രാഗേഷിന്റെ ഇന്നത്തെ പ്രസ്താവന കൊണ്ട് മാത്രം ആ സഖാക്കൾ, ആ CPM-നകത്തുള്ള മുസ്ലിം മതവിശ്വാസികളായ സഖാക്കൾക്കുണ്ടാകുന്ന അപമാനവും അവഹേളനവും എത്രത്തോളമാണ്? അത് അവർ ചിന്തിക്കേണ്ടതാണ്, ഈ പാർട്ടി ചിന്തിക്കേണ്ടതാണ്. KK രാഗേഷിനെതിരെ അല്പമെങ്കിലും ഈ പാർട്ടിക്ക് മതനിരപേക്ഷതയോട് കൂറുണ്ടെങ്കിൽ അവർ നടപടിയെടുക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയ്ക്ക് എന്താ പറയുക, ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ നമ്മൾ കുറെ കാലമായിട്ട് CPM പിന്തുടരുന്ന ഈ നിലപാടിനെ കുറിച്ച്, സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറയും. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അല്ല, അതിനകത്ത് ഇതൊരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണ്, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു അടവ് എന്ന നിലയിലോ ഒക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ പറയുക, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരുടെ നിലപാട് മാറും. അല്ലെങ്കിൽ പോട്ടെ, പൊതുവായി തന്നെ ഒരു ബേസിക്കലി അവരുടെ നിലപാടിൽ അങ്ങനെയൊന്നും കാണില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ ഉറപ്പ് പറയാം, CPM-ന്റെ ഒരു നേതാക്കൾ, ഒരു നില വരെയുള്ള നേതാക്കളെ ഒരു കാര്യമായി തന്നെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ മിക്കവരിലും ഈ ചിന്ത ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാവും എന്നുള്ളതാണ്. അവരിൽ മിക്കവരിലും ഈ ചിന്ത ഉണ്ടെന്ന് ഞാൻ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ മുതിർന്ന നേതാക്കളുമായിട്ട് അവരെ ഡിസെക്ട് ചെയ്ത് നോക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ നമ്മളുമായിട്ട് ഇടപെടുന്ന ധാരാളം സഖാക്കൾ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ ഈ അവർ കൺസെപ്റ്റൊക്കെ വരുന്നത് അവരുടെ സംസാരത്തിൽ യാദൃച്ഛികമായിട്ട് വരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിന് അത്രയധികം ഉള്ളിൽ ഉറച്ച ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത് വരുന്നത്. നമ്മളിപ്പോൾ അവരെ ആയാലും നമ്മൾ കൂടെ കൂട്ടണ്ടേ എന്ന മട്ടിലുള്ള ഒരു എന്താ പറയുക, ഒരു അതർ സങ്കല്പം അതിങ്ങനെ എപ്പോഴും മനസ്സിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രത്തോളം എന്താ പറയുക, വളരെ കണക്ക് കൂട്ടിയുള്ള വളരെ കുലങ്കഷമായ ആലോചനയിലൂടെ ഈ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ അത് തിരുത്താൻ എത്ര കണ്ട് അവർ ശ്രമിക്കുന്നുണ്ടോ അത്രയും മാത്രമേ ആ പാർട്ടിക്ക് ഈ സമൂഹത്തിൽ പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. കേരളീയ സമൂഹം ഒരു തവണ ഇവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ, ബാലറ്റിലൂടെ ഇവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഇത് തന്നെയാണ് തുടരാൻ പോകുന്നതെങ്കിൽ പാർട്ടിയുടെ അവസാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം.